ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. പിന്നെ കെമിസ്ട്രി എക്സാം ആയിരുന്നു. എൻ്റെ എക്സൈറ്റ്മെൻറ്റ് കാണുമ്പോൾ തന്നെ അറിയാം, അത്യാവശ്യം നല്ല ഈസിയുള്ള എക്സാം ആയിരുന്നു കേട്ടോ. എനിക്കിന്ന് ഇത്രയും സന്തോഷം എന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് പേടിച്ചൊരു എക്സാം ഇതാണ്. കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ +2 എക്സാമിൻ്റെ ഓരോ ഇഷ്യൂസൊക്കെ കേട്ടുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇതും ഭയങ്കര ടഫാവോ എങ്ങനെയാവും എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എന്നാലും നല്ല ഈസി ആയിരുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോഴാണ് സമാധാനമായത്. ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻസും എഴുതിയിട്ടുണ്ട്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എഴുതാൻ പറ്റി, സമയം കിട്ടി, ഒന്നുകൂടെ എല്ലാം വായിച്ചു നോക്കിയാക്കാൻ പറ്റി. നല്ല സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് സത്യം പറഞ്ഞ എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ. ഒരുവിധം നല്ലൊരു കോൺഫിഡൻസ് ഫീൽ ആവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ PYQs കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അല്ലാതെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഒരു പുതിയ മോഡൽ ഇതുവരെ കാണാത്ത രീതി വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഒരുവിധം കണ്ട മോഡൽസ് തന്നെയാണ് വന്നേക്കുന്നത്. ഈ ഗ്രാഫൊക്കെ ഉണ്ടല്ലോ PYQൽ 1-2 തവണയൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഞാനത് PYQ സെക്ഷൻസിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം എല്ലാം ഓക്കെ ആയിരുന്നു. എനിക്ക് ഹൈഡ്രോ കാർബൺസും എനിക്ക് പേടിയായിരുന്നു. ഹൈഡ്രോ കാർബൺസ് ഞാൻ ഇന്ന് രാവിലെയാണ് പഠിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും എഴുതാൻ പറ്റി. അപ്പോൾ ഒരുവിധം ഓക്കെയാണ്. ഇപ്പോൾ ഇനി ആൻസർ കീസും കൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എന്താ പറയുക, ഒന്ന് സമാധാനം കിട്ടും. അപ്പോൾ ഇനി എന്തായാലും 4 ദിവസമുണ്ട്. 4 ദിവസം ബയോളജി മാത്രം നോക്കാൻ നിൽക്കരുത്. ഫിസിക്സ് ഒരുവിധം ഒന്ന് കവറാക്കാൻ ശ്രമിക്കുക. കാര്യം ഒരു ദിവസമേ ഫിസിക്സിനുള്ളൂ. അപ്പോൾ അതുകൂടെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓക്കെ ആവും. പിന്നെ ഇന്നത്തെ എക്സാം ഈസി ആവട്ടെ പാടാവട്ടെ അതാലോചിച്ച് അതിലിനി ഒരുപാട് നേരം ഇൻവെസ്റ്റ് ചെയ്തിരിക്കരുത്. എന്തായാലും പാസ്റ്റ് നമുക്കിനി ഒന്നും മാറ്റാൻ പറ്റില്ല. ഇനിയുള്ള എക്സാംസ് നല്ലോണം എഴുതാൻ നോക്കുക. കാര്യം ഇത് പറയാൻ കാര്യം, മലയാളം എക്സാമിൻ്റെ ആ ഒരു വീഡിയോയിൽ 2-3 ദിവസം മുമ്പേ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, മലയാളം പോയി, അപ്പോൾ ഇനി ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ആ A+ പോയി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ കഴിഞ്ഞത് ഓർത്ത് ഇനി പറഞ്ഞാൽ നമുക്ക് ഇനി വരാനുള്ളതും കൂടെ പോവല്ലേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇനിയുള്ള എക്സാംസൊക്കെ നല്ല ഈസി ആവട്ടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക് യു.